ഞാൻ നിങ്ങളോട് നിങ്ങളെ രക്ഷിതാക്കൾ എല്ലാവരും ഇതേ ഫോണിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് മെസ്സേജ് വിട്ടതാ നിങ്ങളെ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ വിഷയത്തിന് മനസ്സിലായി നിങ്ങൾക്ക്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ചാല് നിങ്ങള് ഫോണിലും എല്ലാ രക്ഷിതാക്കൾക്കും നിങ്ങൾ മക്കൾ പോയി ഉല്ലാസിച്ച് വരുന്നതിൽ സന്തോഷമുണ്ട്. അതിലേറെ ടെൻഷനുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പക്വത ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട് നിങ്ങളെ മൂത്തവരോ അതിന്റെ മേലുള്ളവരോ പോവാണെങ്കിൽ ഞാനിത് പറയില്ല ഞങ്ങള്. അപ്പൊ അതിന്റെ പേരിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നതാണ്. അള്ളാഹു നിങ്ങളെ യാത്ര നല്ല സുഖകരമാക്കി തരട്ടെ. ഒരു പ്രയാസമില്ല, നല്ല എൻജോയ് ചെയ്ത് വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നീട് ഈ ഡ്രൈവറാണ് ഇപ്പൊ നിങ്ങളെ രക്ഷിതാവ്, അതായത് അവരെ കണ്ണൻ എന്തേ പറഞ്ഞിട്ട് ആ പറഞ്ഞ വിഷയങ്ങൾ അനുസരിക്കണം. എന്റെ നമ്പർ കണ്ണന്റെ അടുത്തുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അവിടെ നിങ്ങൾ പറ്റാത്ത വല്ല പ്രശ്നത്തിൽ ഇടപെടുകയാണെങ്കിൽ കണ്ണക്ക് വിളിച്ചാൽ ഞാൻ കണ്ണനോട് വണ്ടി തിരിച്ചു പോരാൻ പറയും. മനസ്സിലായി? അതിനൊക്കെ നിങ്ങളെ രക്ഷിതാക്കൾ എല്ലാവർക്കും ഉത്തരവാദിത്തം തന്നുകൊള്ളു. നിങ്ങൾ കുഞ്ഞിപ്പാക്കാട് കുറിച്ചിട്ട് കാര്യമില്ല, എന്നെ ഓലെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈനിൽ പോലീസ് പ്രശ്നങ്ങളോ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണേട്ട ഇറങ്ങിയിട്ട് സംസാരിക്കും. നിങ്ങൾ ആരും അതിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കണ്ണേട്ട നിർത്തി തരുന്ന കാണേണ്ട സ്ഥലങ്ങളിലെല്ലാം കണ്ണേട്ട നിർത്തി തരും, നിങ്ങളെ കാണിക്കും. നിങ്ങൾ അതുപോലെ അച്ചടക്കത്തോടെ വന്ന് കയറണം. ഈ പറഞ്ഞത് കേട്ടിട്ട് ഇവിടുന്ന് പോയാലും ഇപ്പൊ ഈ ഫോണും വാട്സപ്പും മീഡിയ ഒക്കെ ഉണ്ടായതുകൊണ്ട് കുഞ്ഞാണ്ട് അനക്ക് ഓർമ്മയില്ലേ പൂരത്തിന് നേർച്ചക്കവിടെ കണ്ടപ്പോൾ കണ്ട പൊളിച്ച് അതേപോലെ അവിടെ നിങ്ങൾ കാട്ടുന്നതിന്റെ മുന്നേ ഇവിടെ മനസ്സിലായോ? അപ്പൊ അതിന് പേരിൽ എല്ലാവരും അച്ചടക്കത്തോടെ പോയി വരിക. മനസ്സിലായോ? പിന്നെ എന്തെങ്കിലും പ്രശ്നം നമുക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് 4 ആൾക്ക് ഒരു സ്ഥലം ഇഷ്ടപ്പെടില്ല, മറ്റവർക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് വേറെ പോകണമെന്നുണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യണമെങ്കിൽ എല്ലാവരും കൂടുതൽ ഭൂരിപക്ഷ തീരുമാനം എന്താണെങ്കിൽ ആ തീരുമാനത്തിൽ എല്ലാവരും അംഗീകരിക്കുക. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കരുത്. അതിന്റെ എനിക്ക് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പോണിച്ചിട്ട് നമ്മൾ ഉറച്ചിരിക്കാനും പാടില്ല. നമ്മൾ ഓരോ കൂടെ എൻജോയ് ചെയ്ത് കൊടുക്കണം എല്ലാ വിഷയങ്ങൾക്കും. പിന്നെ ഡ്രൈവറായ കണ്ണനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. ഓനക്ക് ഉറങ്ങണം എന്നിട്ട് ഉറക്കം വരികയാണെങ്കിൽ സൈഡാക്കിയിട്ട് ഉറങ്ങും, അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓനക്ക് ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡ്രൈവറാണ്, ഓന് മനുഷ്യനാണ്, ഇവിടത്തേക്കും ദൂരം യാത്ര ചെയ്ത് പോകുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളിതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കുഞ്ഞിപ്പാക്ക് ഇടങ്ങറുണ്ടാക്കോ? നിങ്ങളൊക്കെ ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിച്ചിട്ടാ വിടുന്നത്. ഇനി അല്ല നിങ്ങൾക്ക് ഇതിലും എല്ലാ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കുഞ്ഞിപ്പാക്ക് എന്തായിട്ട് ഈ സീറ്റ് നിർത്തിട്ട് ഇവിടെ ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതൊരു തടസ്സമാവും. ഇവിടേക്ക് ഞങ്ങൾ പോയി വരുന്നിടത്തോളം കുഞ്ഞിപ്പാക്ക് ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങളൊക്കെ സന്തോഷത്തോടെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് മനസ്സിൽ ഇടങ്ങറ് സഹിച്ചാലും ഞങ്ങൾക്ക് നല്ല രക്ഷിതാക്കൾ നല്ല പ്രയാസം ഉണ്ടാവും. നിങ്ങൾ പോയി ചൊവ്വാഴ്ച ഇവിടെ രാവിലെ എത്തോളം നിങ്ങൾ എന്താണോ നിങ്ങളെ പറ്റി വേചാറ് നിങ്ങൾക്ക് ഇപ്പം അറിയില്ല. അത് നിങ്ങൾ വരേണ്ട പ്രായത്തിൽ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ കുഞ്ഞിപ്പാക്ക പറഞ്ഞ എല്ലാ കാര്യം അനുസരിച്ച് അച്ചടക്കത്തോടെ പോയി വരണം. മനസ്സിലായില്ലേ?